ഹല്ലേലൂയ. കർത്താവിൽ വാത്സല്യമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ വചനത്തിലൂടെ ദൈവം നൽകുന്ന ധാരാളം സൗഭാഗ്യങ്ങൾ സ്വീകരിക്കാൻ ക്രിസ്മസിൻ്റെ ഒരുക്കമായി നമ്മൾ നടത്തുന്ന ഈ ഒരു ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ ദൈവാത്മാവിൻ്റെ ശക്തമായ ഒരു സാന്നിധ്യം, ഒരു അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ വന്ന് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം വചനം കേട്ട് അത് 100 മേനി 60 മേനി 30 മേനി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ദൈവാത്മാവിൻ്റെ ശക്തമായ ഒരു പ്രവൃത്തി നമ്മളിൽ നടക്കണം. എന്നാലാണ് കേൾക്കുന്ന വചനം മനസ്സിലാക്കാനും മനസ്സിലാക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലിരുന്ന് നമ്മളിത് ശ്രവിക്കുന്നുണ്ട്, ആ സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള സമയത്ത് നമ്മൾ ഇരുന്ന് വചനം കേൾക്കും. ഇപ്പോൾ സാധിക്കുന്ന എല്ലാവരും ദയവായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായൊരു അഭിഷേകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ദൈവത്തിൻ്റെ കൃപ അത് നമുക്ക് അനുഭവിക്കാൻ പറ്റും. ആ സന്തോഷത്തിൻ്റെ ക്രിസ്മസ് ഒരു സന്തോഷത്തിൻ്റെ സുദിനമാണല്ലോ. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ച് നമുക്ക് വേണ്ടി പാടുപീഡകൾ സഹിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നതിൻ്റെ വലിയൊരു ആനന്ദം നമുക്കുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ ക്രിസ്മസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ഒരുക്കങ്ങളും നമുക്കതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പരിശുദ്ധാത്മാവിനെ ഹൃദയത്തിൽ ധ്യാനിക്കുക, പരിശുദ്ധാത്മാവിനെ മനസ്സിൽ ധ്യാനിക്കുക. ഈശോ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ, എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ആ സഹായകൻ്റെ പേര്, ആ ഹെൽപ്പർ, സഹായകൻ, അദ്ദേഹത്തിൻ്റെ പേരാണ്, ആ ദൈവത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അത് നമ്മുടെ ഉള്ളിലുണ്ട്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത്. ആ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ ദുഃഖങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ച ഒരുപാട് ദുരിതങ്ങളൊക്കെ മാറി വലിയ ആശ്വാസം, വലിയൊരു പ്രത്യാശ, വലിയൊരു സന്തോഷം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കാനിടയാകും. എല്ലാവരും സാധിക്കുന്നവർ കണ്ണുകൾ അടയ്ക്കുന്നു, കരങ്ങൾ കൂപ്പി ഇവിടുന്ന് ഈരടികൾ പാടുമ്പോൾ, പാട്ട് പാടുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആദ്യം ഒന്ന് കേൾക്കുക, രണ്ടാമത് അത് പാടുമ്പോൾ അതിൻ്റെ കൂടെ പാടി ആത്മാവിൽ ലയിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ശൂന്യത നിറയുമീ താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക പരിശുദ്ധാത്മാവേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ചേർന്ന് പാടിക്ക് എല്ലാ ദൈവമക്കളും കൂടെ ചേർന്ന് ഉച്ചത്തിൽ. ഓ പാവനാത്മാവേ, ഹൃദയം തുറന്നു പാടുക. ശൂന്യത നിറയുമീ താഴ്വരയിൽ എന്റെ ജീവിതം അതാണ് കർത്താവ്, ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക ഈശോ പരിശുദ്ധാത്മാവേ. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക, പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. നമുക്ക് പരിശുദ്ധാത്മാവിനോട് പറയാം, പരിശുദ്ധാത്മാവേ, ആത്മാവിൽ മൃതനാണ് ഞാൻ. ആത്മാവ് ജീവൻ നഷ്ടപ്പെട്ട വ്യക്തിയാണ്. പാപത്തിൻ്റെ പടുകുഴിയിൽ, ഒരുപക്ഷെ ലോകത്തിൻ്റെ മോഹങ്ങളിൽ, ലോകസുഖങ്ങളിൽ പൂണ്ട ഒരു ജീവിതം. ഇന്നെനിക്ക് സന്തോഷിക്കാൻ പറ്റണില്ല. ആദ്യത്തെ സദ്വാർത്ത ഇതാ, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അത് ഇന്നെനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ഹൃദയത്തിൽ അന്ധകാരമുണ്ട്. പരിശുദ്ധാത്മാവേ, എൻ്റെ അന്ധകാര നിബിഡമായ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, ജീവൻ സാഹചര്യത്തിലേക്ക് നീ കടന്നു വരണമേ. രണ്ട് കരങ്ങളും തുറന്നു പിടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ.
അനേകരുടെ ജീവിതത്തിൽ ആത്മാവ് വ്യാപരിക്കുകയാണ്. ദാഹങ്ങളേറെയുള്ള ഒരുപാട് ദാഹമുണ്ട് എനിക്ക് എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നിറഞ്ഞിടുക. നിറയുക പരിശുദ്ധാത്മാവേ. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. ചേർന്ന് പാടിക്കേ എല്ലാവരും ചേർന്ന് ഒരിക്കൽ കൂടെ. പരിശുദ്ധാത്മാവേ, പാവനാത്മാവേ എല്ലാവരും പാടുക സഹോദരങ്ങളെ. ദാഹങ്ങളേറെയുള്ള എൻ മനസ്സിൽ, മോഹങ്ങളേറെയുള്ള എൻ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നിറഞ്ഞിടുക. വീണ്ടും സ്നേഹം നൽകുക, എന്റെ ദാഹം തീർക്കുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ആദ്യ തൊട്ട് പാടുകയാണ്. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാം. സാധിക്കുന്നവരെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ദുഃഖങ്ങളിലേക്ക്, രോഗങ്ങളിലേക്ക്, വേദനകളിലേക്ക്, തകർച്ചകളിലേക്ക്, പാപസ്വഭാവങ്ങളിലേക്ക്, എല്ലാവിധ ബുദ്ധിമുട്ടുകളിലേക്കും ദൈവത്തിൻ്റെ ആത്മാവ് യേശയ്യാ 10:17 ഇസ്രായേലിൻ്റെ പ്രകാശം അഗ്നിയായും അവൻ്റെ പരിശുദ്ധന ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ചുയർന്ന് ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ മുള്ളും മുൾച്ചെടിയും ദഹിപ്പിക്കും. അഗ്നിയാണ്, അഗ്നിയാണ് നിന്റെ ദുഃഖം അകറ്റാൻ, വേദന അകറ്റാൻ. ഇത് ആത്മാവ് ഇറങ്ങുന്നു. കരങ്ങൾ ഉയർത്തി പാടി പ്രാർത്ഥിക്കുന്നു. പാവനാത്മാവേ കർത്താവേ, ശൂന്യത നിറയുമീ ഹൃദയങ്ങളെ തുറക്കണം. താഴ്വരയിൽ ജീവനില്ലാത്ത എൻ ജീവിതത്തിന്മേൽ വീശിടുക. വീണ്ടും ജീവനേകുക, വീണ്ടും ശക്തിയേകുക. പാവനാത്മാവേ നീ എന്നിൽ നിറഞ്ഞിടുക. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ ഈ നിഹിതന്മാരുടെ മേൽ വീശണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലരുടെ മേൽ വീശണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കൊടുങ്കാറ്റായി വീശണമേ, ഒരഗ്നിയായി വീശണമേ. ഓ പരിശുദ്ധാത്മാവേ, ദാഹമുള്ള ഈ ജീവിതം സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതത്തെ പോലെ ദാഹിക്കുന്ന ഒരു ജീവിതമാണിത്. ലോകമോഹങ്ങളിൽ പൂണ്ടൊരു ജീവിതമാണ്. ഓ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ നിറയണമേ, പരിശുദ്ധാത്മാവേ. എല്ലാവരും സ്തുതിച്ച പ്രിയപ്പെട്ടവരെ, അടുത്തുള്ള ഒരു 10 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ മനസ്സ് തുറന്നങ്ങ് പ്രാർത്ഥിച്ച് ഈ ക്രിസ്മസിന് ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയം ഒരുക്കപ്പെടട്ടെ, ശരീരം ഒരുക്കപ്പെടട്ടെ, മനസ്സ് ഒരുക്കപ്പെടട്ടെ, ആത്മാവുള്ള പാപത്തിന്റെ കറകൾ നീക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹീൽ ദം ജീസസ്, ഹീൽ ദം ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, മുള്ളുകളെ മുൾച്ചെടികളെ ദഹിപ്പിക്കുക. പരിശുദ്ധാത്മാവേ, മുള്ളുകളെ മുൾച്ചെടികളെ ദഹിപ്പിക്കുക. ശക്തമായ അഭിഷേകം വ്യാപരിക്കട്ടെ, ശക്തമായ ക്രമ വ്യാപരിക്കട്ടെ. കേൾക്കുന്ന വചനം ഇവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയട്ടെ. ഓ അതിനുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ, കൃപ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോടും എല്ലാ വിശുദ്ധരോടും സ്വർഗവാസികളോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ക്രിസ്മസിൻ്റെ ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ പിറവി തിരുനാൾ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ യേശു ജനിക്കാൻ പാകത്തിന് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഒരുമിച്ച് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരിക്കാം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്ക ദിനങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം, അതാണല്ലോ ക്രിസ്മസ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനാണ് ഒരുങ്ങുന്നത്.
നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ ഓൾറെഡി യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ട്, സഹവാസമുണ്ട്. ഈ കൊറോണ കാലഘട്ടത്തിൽ ഏതെങ്കിലും വിധത്തിൽ ദൈവിക ചൈതന്യം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് അത് വീണുപോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ തിരിച്ചു പിടിച്ച് കൂടുതൽ ശക്തിയോടെ, കൂടുതൽ ഉണർവോടെ മുന്നേറാൻ ഈ ഒരു രക്ഷാദീപം, ഈ രക്ഷാ ചൈതന്യം നമുക്ക് കൃപയാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 12 വരെ നമുക്ക് സുപരിചിതമായ വചനമാണ്. അവിടെ ആ പ്രദേശത്ത് ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന കുറേ ഇടയന്മാരുണ്ടായിരുന്നു. ആ ഇടയന്മാരുടെ അടുത്തേക്ക് ഒരു ദൂതൻ വന്നു. പെട്ടെന്ന് അവർ ഭയപ്പെട്ടു. സ്വാഭാവികമാണ്. രാത്രിയുടെ യാമങ്ങളിൽ പുൽമേടുകളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഇടയന്മാരുടെ അടുത്തേക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കരമായിട്ട് ഭയപ്പെട്ടു. അവർ ഭയപ്പെട്ടിരിക്കുമ്പോൾ മാലാഖ ദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ആർക്കുള്ളതാണ്? സകല ജനത്തിനും വേണ്ടിയുള്ളത്. സകല ജനത്തിനും, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയുമായിട്ടാണ് ആ ഇടയന്മാർ, നിഷ്കളങ്കരായ ആ മനുഷ്യന് മുമ്പിൽ ഈ ദൂതൻ പ്രത്യക്ഷപ്പെട്ടത്. എന്നിട്ട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ഈ ധ്യാനത്തിൽ ഈ ഒരു ശുശ്രൂഷയെ പങ്കെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ആ ദൂതനിലൂടെ ദൈവം നൽകുന്ന ഇതാണ്: സകല ജനത്തിനും വേണ്ടിയുള്ള ഒരു രക്ഷ, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള ഒരു രക്ഷ. അത് ഭൂമിയിൽ പിറന്നു, നമ്മിൽ ഒരുവനായി, നമ്മളെപ്പോലെ കാണപ്പെടുന്ന ഒരു മനുഷ്യ ശരീരത്തിൽ അത് ഈ ഭൂമിയിൽ ജാതനായി. അതിൻ്റെ ഒരു ആഘോഷത്തിമർപ്പിന് വേണ്ടിയാണ് നമ്മൾ ഈ നോമ്പും പ്രാർത്ഥനയൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷ. അപ്പം യേശുക്രിസ്തു രക്ഷകനായി ഭൂമിയിൽ അവതരിച്ചു. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. യേശുക്രിസ്തു രക്ഷകനായി ഭൂമിയിൽ അവതരിച്ചപ്പോൾ മനുഷ്യകുലത്തിന് ഏതൊക്കെ വിധത്തിലുള്ള രക്ഷയാണ് അനിവാര്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രധാനപ്പെട്ട സംഗതിയാണ്. ഏതൊക്കെ വിധത്തിലുള്ള രക്ഷയാണ് മനുഷ്യന് അനിവാര്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, അവൻ ഏതൊക്കെ അടിമത്വത്തിലാണ് കഴിയുന്നത്, ഏതൊക്കെ അടിമത്വത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിന് ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് പോയാൽ അനുസരണക്കേട് വഴി മനുഷ്യകുലത്തിൽ ആധിപത്യം പുലർത്തുന്ന പാപത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ്റെ അനുസരണക്കേട്, അതിൻ്റെ ഫലമായി അവൻ പാപത്തിന് അടിമയാകുന്നു. 3:14 വായിക്കുമ്പോൾ ശിക്ഷയും വാഗ്ദാനവുമാണ്. അതായത് മനുഷ്യൻ തെറ്റ് ചെയ്തതിൻ്റെ അനുസരണക്കേടിന് ഒരു ചെറിയ പണിഷ്മെൻറ്റ് ദൈവം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ നിന്ന് അവനെ രക്ഷിക്കാനുള്ള വാഗ്ദാനവും ദൈവം ആ മനുഷ്യകുലത്തിന് നൽകുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മുടെ ജീവിതത്തെ അടിമപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, അനുസരണക്കേടിലൂടെ തലമുറയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഒരു പാപമാണ് ജന്മപാപം. 2 വിധത്തിലുള്ള പാപമാണ് ലോകത്ത് മനുഷ്യർക്കുള്ളത്. ഒന്ന് ജന്മപാപം, മറ്റൊന്ന് കർമ്മപാപം. ഇവിടെ ഈ 2 മേഖലയിൽപ്പെട്ട പാപവും ഒരു വ്യക്തിയുടെ മേൽ ഭരണം നടത്തുമ്പോൾ അവൻ അതിനടിമയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 8:34 കർത്താവിൻ്റെ വചനം പറയുന്നത്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. യോഹന്നാൻ 8:34. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല. എന്നാൽ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. എന്ന് വെച്ചാൽ പാപം ചെയ്യുന്നവൻ, അത് ഏത് പാപമാണെങ്കിലും ശരി, ഏത് വിധത്തിലുള്ള വൈകല്യമാണെങ്കിലും ശരി, അവൻ അതിന് അടിമയാണ്. പാപം ആരുടെ വകയാണ്? പിശാചിൻ്റെ വകയാണ്. അപ്പോൾ പാപത്തിനടിമയാകുമെന്ന് പറഞ്ഞത് അർത്ഥം സാത്താൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗവാക്കായി നമ്മൾ മാറുന്നു, അല്ലെങ്കിൽ സാത്താൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു എന്നർത്ഥം. പിശാച് നമ്മളെ പല വിധത്തിൽ രൂപപ്പെടുത്തിയെടുക്കുന്നു, പല വിധത്തിൽ അവൻ്റെ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്നു. ഇതാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ഈ ഒരു അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അപ്പോൾ ഇവിടെ ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ എന്തിനാണ് ഈ ഒരു വിഷയം ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ, ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരുപക്ഷേ ധ്യാനം നമ്മൾ കൂടിയിട്ടുണ്ടാകാം, കൺവെൻഷൻ കൂടിയിട്ടുണ്ടാകാം, ഒരുപാട് കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിട്ടുണ്ടാകാം. ഒരുപക്ഷേ കൊറോണ കാലഘട്ടത്തിൽ വലിയ നിരാശയും വലിയ ദുഃഖവും ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ഉത്കണ്ഠകൾ നമ്മളെ വേട്ടയാടിയപ്പോൾ ചിലപ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ
ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് വീണു പോകാം, ചെറിയൊരു അടിമത്തത്തിലേക്ക് വീണു പോകാം. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് ആഘോഷിക്കാൻ നമ്മൾ ഒരുങ്ങുകയാണല്ലോ. അപ്പോൾ യേശു ക്രിസ്തു വന്ന് ജനിക്കണമെങ്കിൽ അതൊരു വിശുദ്ധ സ്ഥലമായിരിക്കണം, നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഏതെങ്കിലും വിധത്തിലുള്ള കറകൾ നമ്മുടെ ആത്മാവിൽ പുരണ്ടിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ചൈതന്യം അതിൽ നമ്മളെ മോചിപ്പിച്ച് വിശുദ്ധമായ ഒരു നൈർമല്യമുള്ള വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തണം. അതുകൊണ്ടാണ് വചനം പഠിപ്പിച്ചത്, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്, മനുഷ്യപുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ്. എന്ന് വെച്ചാൽ അവിടെ എല്ലാ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്നുള്ള യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനുസരണക്കേടിലൂടെ പാപം നമ്മളിൽ ഭരണം നടത്തി ഈ പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന മനുഷ്യനെ വിമോചിപ്പിക്കാനാണ്, അതാണ് സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ആ ജനനത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് 25-ാം തീയതി നമ്മൾ ആഘോഷിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ ഒരു അടിമത്തം, എന്നെയും നിങ്ങളെയൊക്കെ ഭരിക്കുന്ന ഈ ഒരു അടിമത്തം, ഇവിടുന്ന് ഒരു മോചനം അനിവാര്യമാണ്. കർത്താവ് അതിനാണ് ഈ ലോകത്തിൽ വന്നത്. ലൂക്കാ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ഗോസ്പൽ ലൂക്ക് ചാപ്റ്റർ 5 31-32 വേർഡ്സ്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ യേശു ക്രിസ്തു പാപികളുടെ കൂടെയും ചുങ്കക്കാരുടെ കൂടെയൊക്കെ ഭക്ഷണം കഴിക്കാൻ പോവുകയും അവരുടെ കൂടെ കമ്പനി കൂടുകയും അവരുടെ കൂടെ കൂട്ടുകൂടുകയൊക്കെ ചെയ്തപ്പോൾ ഫരിസേയരും നിയമജ്ഞരും, എന്ന് വെച്ചാൽ വിശുദ്ധർ, വലിയ ദൈവവചനം അറിയാവുന്ന ആൾക്കാർ, പഴയ നിയമകാലത്തെ പ്രമാണങ്ങളിൽ വലിയ പാണ്ഡിത്യമുള്ള വ്യക്തികൾ എന്ന നിലയിൽ അവരെ ശിഷ്യന്മാർ, നിങ്ങളുടെ ഗുരു പാപികളോട് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നല്ലോ. ഉടനെ യേശുക്രിസ്തു പറയുന്ന ഒരു മറുപടിയാണ്. അതിങ്ങനെയാണ്: ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. സിമ്പിൾ ലോജിക്കാണ്, സിമ്പിൾ ലോജിക്ക്. എന്താണ്? ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. അതെല്ലാവർക്കും അറിയാം, നമുക്കും അറിയാം. നല്ല പൂർണ്ണ ആരോഗ്യമുള്ള ഒരാൾ ഡോക്ടറെ കാണാൻ പോകാറില്ല സാധാരണഗതിയിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഈശോ പറയാണ്, അതിൻ്റെ കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഈശോ പറയാണ്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു എന്തിനാണ് വന്നിരിക്കുന്നത്? നീതിമാന്മാരെ വിളിക്കാനല്ല. എന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ജസ്റ്റിഫൈ ചെയ്യണം. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. അതാണല്ലോ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒരു കൺസെപ്റ്റ്. ഞാൻ പെർഫെക്റ്റാണ്, മറ്റുള്ളവരെല്ലാം പാപികളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ചിന്താഗതിയുള്ള, അങ്ങനെ ബോധ്യമുള്ള ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് യേശു പറയാണ്, ആരോഗ്യമുള്ളവർക്കല്ല രോഗിക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ, അവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് യേശു ക്രിസ്തു നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു രക്ഷ, അതായത് പാപികൾക്ക് വേണ്ടി യേശു ക്രിസ്തു സ്ഥാപിച്ച രക്ഷയെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഏത് വിധത്തിലാണ് പാപത്തിന് യേശു പരിഹാര ബലിയായി തീർന്നത്? ഏത് വിധത്തിലാണ് യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്തത്? അതെങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ സ്വന്തമാക്കാൻ പറ്റും? ഈ 2-3 തിരിച്ചറിവിലേക്ക് നമ്മൾ തുടർന്ന് പെട്ടെന്ന് പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 29-ാമത്തെ വാക്യം. സെൻറ്റ് ജോൺ ചാപ്റ്റർ 1 വേഴ്സ് 29. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. യേശു ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ സ്നാപയോഹന്നാൻ യേശു ക്രിസ്തുവിനെ ചൂണ്ടിയിട്ട് ഇങ്ങനെ പറയാണ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നിങ്ങളെല്ലാവരും ആ മനസ്സിൽ ആ വചനം നേറ്റു പറഞ്ഞ്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന അല്ലെങ്കിൽ വഹിക്കുന്ന, രണ്ടും ശരിയാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ഇസ്രായേൽക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അവർ ആടിനെ വളർത്തുന്നവരാണ്, അവരൊരു മെയിൻ കൃഷിയാണല്ലോ ആട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിന് കൂടെ ഒരു വാക്ക് സ്നാപകനെ ചേർത്ത് വെച്ചു. എന്താ അത്? ലോകത്തിലെ മനുഷ്യൻ്റെ പാപം വഹിക്കുന്ന അല്ലെങ്കിൽ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. നമുക്കറിയാം, പഴയ നിയമ ചരിത്രം നിങ്ങൾക്കറിയാം. ലേവ്യരുടെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇസ്രായേൽക്കാർ അവരുടെ പാപത്തിന് പരിഹാരമായിട്ട് ചെയ്തിരുന്നത് എന്താണ്? ആടിനെ പിടിച്ച് അതിൻ്റെ മുകളിൽ അവരുടെ പാപമെല്ലാം ആരോപിച്ച് ഒന്നിലെ അതിനെ ബലിയർപ്പിക്കും, അല്ലെങ്കിൽ മരുഭൂമിയിൽ വിടും. അങ്ങനെ ആട് ബലിയർപ്പിച്ച് അതിൻ്റെ രക്തം തളിക്കുമ്പോൾ ജനത്തിൻ്റെ പാപം മോചിപ്പിക്കപ്പെട്ടു ഉണ്ടാവും. ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അന്ന് വരെ കോലാടുകളുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് മനുഷ്യൻ്റെ പാപം പോക്കാൻ കഴിവില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ ഏകജാതനെ അയച്ചുകൊണ്ട് മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങളും അവൻ്റെ മേൽ ആരോപിച്ച് അവനെ പാപപരിഹാര ബലിയായി കുരിശിൽ അർപ്പിച്ചു.
അത് നിസ്സാര കാര്യമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ. റോമ 5:8, റോമാലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. അപ്പോൾ പാപത്തിന് ഒരു ശിക്ഷയുണ്ട്, പാപത്തിന് ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. ഒന്നിലെ പാപം ചെയ്ത വ്യക്തി അത് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അതിന് പകരം മറ്റൊരാൾ അത് ഏറ്റെടുക്കണം. ഇവിടെ ഞാനും നിങ്ങളും തെറ്റ് ചെയ്തു. ശിക്ഷ അനുഭവിച്ച ആരാണ്? ഞാനും നിങ്ങളും സുഖിച്ചു. ലോകത്തിൽ ദൈവം അനുവദിക്കാത്ത സുഖങ്ങളൊക്കെ ഏറ്റെടുത്ത വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ചിന്തയിലുമൊക്കെ ഇങ്ങനെ ആറാടി സുഖിച്ച് സന്തോഷിച്ച് ജീവിച്ചു. അതിനുള്ള പണിഷ്മെൻറ്റ്, അതിനുള്ള ശിക്ഷ മുഴുവനും ഏറ്റെടുത്തത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മോടുള്ള അനന്തമായ ആ ഒരു കരുണയാൽ, സ്നേഹത്താൽ നമ്മുടെ മേൽ വരേണ്ട ശിക്ഷ എടുത്ത് യേശുക്രിസ്തുവിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു, യേശുക്രിസ്തുവിൻ്റെ മേൽ ആരോപിച്ചു. ഉണ്ടോ? എന്നിട്ട് ആ പാപത്തിനുള്ള ശിക്ഷയായി കുരിശിൽ യേശുക്രിസ്തു മരിക്കേണ്ടി വന്നു. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ നമുക്ക് കർത്താവിനോട് അതിരറ്റ സ്നേഹം തോന്നും. എനിക്ക് പകരക്കാരനായി മറ്റൊരാൾ മരിക്കുക, എൻ്റെ പാപം, ഞാൻ ചെയ്ത തെറ്റ്, അതിന് ശിക്ഷ ഞാൻ അനുഭവിക്കേണ്ടതിന് പകരം മറ്റൊരാൾ അത് ഏറ്റെടുക്കുക. എന്ത് കരുണയ സഹോദരങ്ങളെ, എന്തുമാത്രം സ്നേഹമാണ് ദൈവം നമ്മളോട് കാണിച്ചത്. ആ റോമ 5:8 മറക്കാതിരിക്കുന്ന നല്ലതാണ്. റോമ 5:8 മറക്കാതെ, നാം പാപികളായിരിക്കെ, നമ്മളത്ര നല്ലവരായിരിക്കുകയല്ല. ഏതെങ്കിലും ഒരു നല്ല മനുഷ്യന് വേണ്ടി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ മരിക്കാം, എന്നാൽ ഒരു പാപിക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമോ സഹോദരങ്ങളെ? നിങ്ങൾ ഇത് ചോദിക്കേ, ഒരു പാപിക്ക് വേണ്ടി ആരെങ്കിലും മരിക്കുമോ? ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. എന്നാൽ നാം പാപികളായിരിക്കെ, എല്ലാ അശുദ്ധിയിലും ജീവിച്ചവരായിരിക്കെ നമുക്ക് വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ബലിയായി നൽകുകയാണ്, നമുക്ക് പകരക്കാരനായി. ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ഒരു സിമ്പിൾ ഉദാഹരണം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതിങ്ങനെയാണ്, പണ്ട് നമ്മൾ സൈക്കിൾ ഓടിക്കുമ്പോൾ, റോട്ടിലൂടെ സൈക്കിൾ ഓടിക്കുമ്പോൾ അതിന് ഡൈനാമോ വേണം, അല്ലെങ്കിൽ അത് KC ചാർജ് ചെയ്യും. സൈക്കിളിന് ഡൈനാമോ വേണം. അതിങ്ങനെ രാത്രിയിൽ ഓടിക്കുകയാണെങ്കിൽ ആ ഡൈനാമോ കറങ്ങി ലൈറ്റ് തെളിയും. അങ്ങനെ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. അദ്ദേഹം ഇങ്ങനെ രാത്രിയിൽ സൈക്കിളിൽ പോയപ്പോൾ ഡൈനാമോ ഇല്ലായിരുന്നു. പോലീസ് പിടിച്ച് കേസ് ചാർജ് ചെയ്തു. കോടതിയിലേക്ക് പൈസയൊക്കെ അടയ്ക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ആ ഡേറ്റ് വന്നു. സാറ് അവിടെ കോടതിയിൽ ചെന്നു. അപ്പോൾ റിട്ടയർഡ് അധ്യാപകനാണ് അദ്ദേഹം, ഒത്തിരി വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം കോടതിയിൽ ചെന്ന് ഈ പ്രതിക്കൂട്ടിൽ കയറി നിൽക്കുമ്പോൾ അദ്ദേഹം കാണുന്ന രംഗം, അദ്ദേഹം പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥിയാണ് ജഡ്ജിയായിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് സാറിന് ഇപ്പം എന്തുണ്ടായി കാണും? ഒരു വികാരം ഉണ്ടാവില്ലേ? ഭയങ്കര സന്തോഷത്തിൻ്റെ വികാരം. കാരണം എന്താ? എൻ്റെ സ്റ്റുഡൻ്റാണ് ആ ഇരിക്കുന്നത്. അവൻ എന്തായാലും ഇപ്പം ജഡ്ജിയായിട്ട് ഈ കസാരയിൽ ഇരിക്കുമ്പോൾ എന്നെ വെറുതെ വിടും. സാറേ, എന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരു ഉപദേശമൊക്കെ പറഞ്ഞ് വിടുമെന്ന് വിചാരിച്ച് സാറിങ്ങനെ പ്രതിക്കൂട്ടി നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സമയത്ത് ജഡ്ജി കേസ് എടുത്തു. ഇത്ര നമ്പർ കേസ്, ഇന്ന ആൾ രാത്രി ലൈറ്റില്ലാതെ സൈക്കിൾ ഓടിച്ചു, ഇത്ര. എന്നിട്ട് ജഡ്ജി ഒരു വിധി അങ്ങോട്ട് പ്രഖ്യാപിച്ചു. എന്താ പറയുക വിധി? 500 രൂപ ഫൈൻ അടിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. സാറിൻ്റെ കാലിൻ്റെ ചോട്ടിൽ നിന്ന് ഒരു തരിപ്പ് മേപ്പോട്ട് കയറിയിട്ട് സാറൊരു ഡയലോഗ്, ഇങ്ങനത്തെ കുരുത്തം കെട്ടവനൊക്കെ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം, നന്ദിയില്ലാത്തവൻ എന്ന് പറഞ്ഞ് സാറ് വെട്ടി വയർത്ത്. സാറെന്ന് വെച്ചാൽ അധ്യാപകരാണ്, പിശുക്കിന് ഒരു കുറവും ചിലപ്പോൾ വരാൻ സാധ്യതയില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം വെട്ടി വയർത്ത് പ്രതിക്കൂട്ടി ഇറങ്ങി തൊട്ടടുത്ത മാടക്കടയിൽ പോയി ഒരു ഗ്ലാസ് നാരങ്ങകളൊക്കെ കുടിച്ച് ശാന്തനായി. കോടതിയുടെ ഓഫീസിലാണല്ലോ പൈസ അടയ്ക്കേണ്ടത്. ഓഫീസിൽ പൈസ അടയ്ക്കാൻ വേണ്ടി ഓഫീസിലേക്ക് വന്നു. ഓഫീസിൽ വന്നപ്പോൾ ഇപ്പോൾ വിളിച്ച കേസിൻ്റെ കാശ് 500. സാർ ഭയങ്കര ദേഷ്യത്തിലാണ്. 500 പിടിക്കുകയും. ഉടനെ ഓഫീസിലിരുന്ന ആ മനുഷ്യൻ പറഞ്ഞു, പൈസ ഇവിടെ അടച്ചു. ആരടച്ചു? ഞാൻ വന്നില്ലല്ലോ. ഉടനെ ആ ഓഫീസിലിരുന്ന ആ സ്റ്റാഫ് പറഞ്ഞു, സാറേ, അത് ജഡ്ജി വിധി പ്രഖ്യാപിച്ചിട്ട് നേരെ താഴേക്ക് ഇറങ്ങി 500 രൂപ ഇവിടെ അടച്ചിട്ട് അദ്ദേഹം വീട്ടിൽ പോയി. സാറിൻ്റെ മേപ്പോട്ട് കയറിയ തരിപ്പെല്ലാം കീപ്പോട്ട് ഇറങ്ങി. എൻ്റെ സഹോദരങ്ങളെ, സാറ് പറഞ്ഞു, പഠിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പിള്ളേരെ പഠിപ്പിക്കണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് മനസ്സിൽ ചിന്തിച്ചേ. അതായത് കുറ്റം ചെയ്തത് ആരാണ്? സാറ്. ലൈറ്റില്ലാതെ സൈക്കിൾ ഓടിച്ച സാറ്. അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്ത ആരാണ്? ജഡ്ജി. ഇതാണ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സ്നേഹം ഒന്ന് ആലോചിക്കും. അപ്പോൾ സാറിന് ഈ ജഡ്ജിയോട് തോന്നുന്ന സ്നേഹം നിങ്ങളൊന്ന് ആലോചിക്കാം. ആ സ്റ്റുഡൻറ്റിനോട് തോന്നുന്ന സ്നേഹം നിങ്ങളൊന്ന് ആലോചിക്കും. ദൈവമേ, എന്ത് ആത്മാർത്ഥമുള്ള പയ്യൻ, ഇവനൊക്കെ പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചു, ഞാൻ സ്വർഗത്തിൽ പോകുന്നതൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരിക്കും സാറിൻ്റെ ജീവിതത്തിൽ. പ്രിയപ്പെട്ട സഹോദരൻ, അത്രയും സ്നേഹം നമുക്ക് ദൈവത്തോട് തോന്നുന്നുണ്ടോ?
ഇത് മാനുഷികമായ ഒരു കാഴ്ചപ്പാടിൽ ഒരു രംഗം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അതായത് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത്, നമ്മൾ അനുഭവിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരക്കാരനായി സ്വന്തം പുത്രനെ ഏൽപ്പിച്ചു കൊടുത്ത ആ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർക്കാറുണ്ടോ? ഈ ക്രിസ്മസ് ആ ഓർമ്മ തിരുനാളാണ്, അത് മറക്കരുത്. ഈ ക്രിസ്മസ് ആ ഓർമ്മ തിരുനാളാണ്. തൻ്റെ മകനെ ഏൽപ്പിച്ചു തന്നതിൻ്റെ ഓർമ്മ, അത് നിങ്ങൾ മറക്കരുത് സഹോദരങ്ങളെ. തൻ്റെ സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. യേശുക്രിസ്തുവിൻ്റെ ജനനം മാത്രമല്ല, ആ ജനിക്കാൻ മകനെ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടൊരു അപ്പനുണ്ട്, പിതാവായ ദൈവം. ഞാനും നിങ്ങളും മരിക്കേണ്ട സ്ഥാനത്ത് ആ പുത്രൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ ഹിതം നിറവേറ്റാൻ അത് ഏറ്റെടുക്കുകയാണ്. അത് ചിന്തിക്കുമ്പോഴാണ് ശരിക്കും നമ്മൾ ക്രിസ്മസിൽ കരഞ്ഞ് സന്തോഷം മാത്രമല്ല, 25 ദിവസം നോമ്പ് നോറ്റ അവസാനം എല്ലാം കൂടെ തല്ലിപ്പൊട്ടിക്കുന്ന രീതിയിലുള്ളതല്ല ആ സ്നേഹം നമ്മളിൽ വർദ്ധിക്കുന്നത്. അതാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം ചെയ്ത മനോഹരമായ കർമ്മം. അപ്പോൾ യേശുക്രിസ്തു അതിനേൽക്കേണ്ടി വന്ന എഫേർട്ട്, അല്ലെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ത്യാഗപൂർണമായ ജീവിതം, അതിനെക്കുറിച്ച് നമുക്ക് അല്പം ചിന്തിക്കാം. ഒന്ന് കണ്ണ് അടച്ച് കരങ്ങൾ ഉയർത്തി, ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി കേട്ട വചനം ജീവിതത്തിൽ ഒന്ന് നിറയട്ടെ. എന്നിട്ട് ഒന്ന് സ്തുതിച്ച് ഒറ്റ 2 മിനിറ്റ് ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് അങ്ങ് സ്തുതിച്ച്. വെറുതെ കുറേ കാര്യങ്ങൾ കേട്ടാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. നന്നായിട്ട് സ്തുതിച്ചോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. എല്ലാവരും അഭിഷേകം കൊണ്ട് നിറയട്ടെ, ആ സ്നേഹം കൊണ്ട് നിറയട്ടെ. ക്രിസ്മസ് ഒരു സ്നേഹത്തിന്റെ സന്ദേശം നൽകുകയാണ്. ക്രിസ്മസ് സ്നേഹത്തിന്റെ സന്ദേശം തരികയാണ്. അതെന്താ? പാപത്തിൽ പൂണ്ടുകിടന്ന ശിക്ഷാവിധിക്ക് അധീനനായ നിനക്ക് ആ ശിക്ഷ തരാതെ അത് തൻ്റെ പുത്രനിലൂടെ ഏറ്റെടുത്ത് നിന്നെ സ്വതന്ത്രനാക്കിയ ഒരു ദൈവസ്നേഹത്തിന്റെ വലിയ വെളിപ്പെടുത്തലാണ് ക്രിസ്മസ്. വലിയ വെളിപ്പെടുത്തലാണ് ക്രിസ്മസ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആ ഒരു ബോധ്യം ഇവരുടെ ഹൃദയത്തിൽ നിറയട്ടെ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ താഴ്ത്താം. ഇവിടേക്ക് ടി വിയിലേക്കോ അല്ലെങ്കിൽ മൊബൈലിലേക്കോ ഒക്കെ ശ്രദ്ധിച്ചോ, നമുക്ക് കേൾക്കാം. യെശയ്യാപ്രവചനം 53-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഐസിയാഹ ചാപ്റ്റർ 53 വേഴ്സ് 5. ഞാൻ വായിക്കാം, ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. അപ്പം യേശുക്രിസ്തു എന്തിനു വേണ്ടിയാണ് അതിക്രൂരമായ വിധത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ടത്? നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കാൻ എളുപ്പ സഹോദരങ്ങളെ. അവൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ഞാനും ദൈവവും തമ്മിലുള്ള ആഴമേറിയ ഒരു ബന്ധത്തിൽ വളരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്രിസ്മസ് വെറുതെ ഒരു ആഘോഷമായി കടന്നു പോകും. ഒരു ദൈവാനുഭവത്തിലേക്ക് വളരണം. ഓരോ തിരുനാളുകളും, ഓരോ ഈസ്റ്ററും ക്രിസ്മസും എന്തുമായിക്കൊള്ളട്ടെ, ഇതെല്ലാം ആഹ്വാനം ചെയ്യുന്ന എന്താ? കൂടുതൽ ആഴപ്പെട്ട ദൈവിക ബന്ധത്തിലേക്കും സ്നേഹത്തിലേക്കും അടിയുറച്ച് നമ്മൾ കയറി വരണമെന്ന്. അതിന് ഈ ഭാഗം നമ്മൾ ധ്യാനിക്കണം. യേശയ്യാ 53:5. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കണ്ടോ? നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. ഇതാണ് അതിൻ്റെ അടിത്തറ. ഇത് വിശ്വസിക്കണം. അവൻ്റെ മേലുള്ള ശിക്ഷ എന്ന് വെച്ചാൽ അർത്ഥം എന്താ? പാപത്തിന് ശിക്ഷയുണ്ട്. ഒന്നില്ല ഞാൻ അനുഭവിക്കണം, അല്ലെങ്കിൽ എനിക്ക് പകരം മറ്റൊരാളത് അനുഭവിക്കണം. എനിക്ക് പകരം യേശു ആ ശിക്ഷ ഏറ്റെടുത്തു. എന്ത് സ്നേഹം, എന്ത് കരുതൽ! കാരണം അത് ഏറ്റെടുക്കാനുള്ള ശേഷി എനിക്കില്ല സഹോദരങ്ങളെ, നമുക്കാർക്കും ഇല്ല. ഒരു പകരം ദൈവം തൻ്റെ കുമാരനെ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കേട്ടോ? അപ്പം യേശുക്രിസ്തു മുറിവേറ്റത്, പീഡ അനുഭവിച്ചത്, അവൻ്റെ ശരീരം ഉഴവ് ചാല പോലെ കീറിയത്, അവൻ്റെ അസ്ഥികൾ അവന് 129-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം എന്നറിയാമോ? ഉഴവുകാർ എൻ്റെ മുതുകിൽ ഉഴുതു, നീളത്തിൽ ഉഴവ് ചാലുകൾ കീറി, എൻ്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി. എന്നുവെച്ചാൽ അതിക്രൂരമായ വിധത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരം കീറി മുറിയപ്പെട്ടത് എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. മറക്കരുതത്. നമ്മൾ ദൈവത്തിലേക്ക് വളരാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവോത്തരസ്ഥാനം നഷ്ടപ്പെടുത്തിയ നമ്മുടെ ദയനീയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത മഹാപ്രവൃത്തിയാണത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ശരീരം മുഴുവൻ ചാല് പോലെ കീറി അസ്ഥിയിൽ എണ്ണാവുന്ന വിധത്തിൽ മാംസം മുറിഞ്ഞു മാറിയും ആ ഒരവസ്ഥയിൽ നമ്മുടെ പാപം മുഴുവനും തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ പാപത്തിന് പരിഹാരമായി കുരിശിൽ രക്തം ചിന്തി യേശുക്രിസ്തു മരിക്കുമ്പോൾ രക്ഷ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. മനുഷ്യകുലത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള വിമോചനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. മനുഷ്യനെ അടിമപ്പെടുത്തിയ പിശാചിൻ്റെ തല തകർക്കപ്പെട്ടു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിലൂടെ ദൈവം ആ രക്ഷ പൂർത്തിയാക്കി. ഇനി നമ്മളത് അനുഭവിക്കണം.
അതിനുള്ള മാർഗവും കൂടെ നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ശരിക്കുള്ള അനുഭവത്തിലേക്ക് വളരാനായിട്ട് പറ്റത്തുള്ളൂ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. ഉച്ചത്തിൽ പറ ഹല്ലേലൂയാ. അതായത് ദൈവം മനുഷ്യകുലത്തിന് വേണ്ടി പാപമോചനത്തിനുള്ള രക്ഷ സംജാതമാക്കി അത് സ്ഥാപിച്ചു, അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു കർത്താവ്. ഇനി എങ്ങനെയാണ് നമുക്കത് സ്വന്തമാക്കാൻ പറ്റുന്നത്? അതുവഴി നമ്മൾ ആരുടെ സ്ഥാനത്തേക്കാണ് ഉയർത്തപ്പെടുന്നത് ഈ ക്രിസ്മസ് ദിനങ്ങളിൽ? അതിനെക്കുറിച്ച് ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഇനിയിപ്പം നമ്മൾ ആ പീഡാസഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലായി. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടത്, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടിയാണ് അവൻ അതിക്രമം അതിശയം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? പാപമാണ്, തിന്മയാണ്. അതിനു വേണ്ടി അപ്പം അതിന് പരിഹാരമായി. ഇനി എന്താണ്? അത് നമുക്ക് സ്വന്തമാകണം. അത് സ്ഥാപിക്കപ്പെട്ടുകൊണ്ട് കാര്യമില്ല, സ്വന്തമാകണം. സ്വന്തമാകാനുള്ള ഒരു വഴിയാണ് ഇവിടെ ഇനി നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന ദൈവവചനം. യോഹന്നാൻ 1:12, സെയിൻറ്റ് ജോൺ ചാപ്റ്റർ 1:12. അതിങ്ങനെയാണ്: തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ ക്രിസ്മസ് എന്നാണെന്നറിയാമോ? മനുഷ്യനെ ദൈവത്തിൻ്റെ മകനോളം, ദൈവത്തിൻ്റെ മകളോളം ഉയർത്തുന്ന ഒരു ജന്മദിനമാണ്. ഹല്ലേലൂയാ. ചെതിൽ പറ ഹല്ലേലൂയാ. അത് വെറുതെ ഒരു ക്രിസ്മസ് അല്ല. കർത്താവിൻ്റെ ജന്മദിനം ആഘോഷിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ക്രിസ്തുവിൽ വീണ്ടും ജനിക്കുന്നതിൻ്റെ ഒരു സന്തോഷമാണത്. അതെന്താ? ദൈവം മകൻ, ദൈവം മകൾ. അപ്പം നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഈ മകനും മകളും അല്ലാതായി തീർന്നത്? അത് അനുസരണക്കേടെന്ന പാപം വഴി, മറ്റൊന്നും കൊണ്ടുമല്ല. നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ചങ്കും കരളുമായിരുന്നു. എന്നാൽ പാപം വഴി എനിക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ദൈവം മകൻ, ദൈവം മകൾ എന്ന സ്ഥാനപ്പേരാണ്. തത്വത്തിൽ നമ്മൾ ദൈവമക്കളാണെങ്കിലും ഫലത്തിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റാത്ത ഹതഭാഗ്യരാണ് നമ്മൾ. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഈ വചനം ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ്, എങ്കിലും അതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് കൃത്യതയോടെ നമുക്കൊന്ന് പഠിക്കണം. ഞാൻ പറഞ്ഞു തരാം, നിങ്ങളൊന്ന് ഏറ്റു പറയണം. അതായത് ഹൃദയത്തിൽ ഏറ്റു പറഞ്ഞാൽ മതി. അതിങ്ങനെ യോഹന്നാൻ 1:12, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം. ഇവിടെ ഈ താൻ എന്ന് പറയുന്ന ആരെക്കുറിച്ചാണ്? യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു സ്ഥാനമാണ് ദൈവമകൻ, മകൾ. അതാണ് വചനം പഠിപ്പിച്ചത്. തന്നെ വിശ്വസിക്കുന്നവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ദൈവം നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണത്. കഴിവ് നൽകി എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നേരത്തെ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇല്ലാതിരുന്നത് തന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അത് ജന്മപാപം, കർമ്മപാപം എന്ന 2 പാപങ്ങളിലൂടെ, ആ പ്രവൃത്തിയിലൂടെ ഞാൻ നിങ്ങളെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഇനി എന്താ മാർഗം? അത് തിരിച്ചു പിടിക്കാൻ എനിക്ക് നിങ്ങൾക്കും പറ്റത്തില്ല. അതിനാണ് ഒരു ഇടനിലക്കാരൻ. ഞാൻ ആ വചനം പറയാം, അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ മക്കളാക്കി മാറ്റാൻ വേണ്ടി തൻ്റെ ശരീരത്തിൽ പാടുപീഡകൾ സഹിച്ച് നമ്മുടെ പാപത്തിന് പരിഹാരം അനുഷ്ഠിച്ച് കഴിഞ്ഞു. എങ്കിലും അത് സ്വന്തമായി നമുക്ക് ലഭിക്കുന്നത് ഈ മാർഗത്തിലൂടെയാണ്. യേശുക്രിസ്തുവിനെ നമ്മൾ സ്വന്തമാക്കണം. യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. യേശുക്രിസ്തുവിനെ സ്വീകരിക്കണം. അവിടുന്ന് എൻ്റെ ദൈവമാണ്, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, എൻ്റെ പാപത്തിനുള്ള പരിഹാര ബലിയായ കുഞ്ഞാടാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞാൽ ആ സ്ഥാനത്തിലേക്ക് നമ്മൾ ഉയർന്നു. പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ യാചിച്ച് ഇരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ മക്കളാണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത് അവകാശികളുമാണ്. നമ്മൾ മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളുമാണ്. ഒറ്റ കണ്ടീഷനെ ദൈവം വെച്ചിട്ടുള്ളൂ. ഒരു 10,000 കോടി രൂപ ദൈവം ചോദിച്ചിട്ടില്ല, വലിയ ത്യാഗമൊന്നും ദൈവം ആവശ്യപ്പെട്ടില്ല. ഒറ്റ വ്യവസ്ഥ. അതെന്താ? തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാൻ, ദൈവ മകനാകാൻ, ദൈവ മകളാകാൻ അവൻ കഴിവ് നൽകി. ഇതിൽ കൂടുതൽ എന്ത് സമ്മാനമാണ് ദൈവം നമുക്ക് തരേണ്ടത് ഈ ക്രിസ്മസിന്? തിരിച്ചു കർത്താവിന് നമ്മൾ എന്ത് സമ്മാനം കൊടുക്കും? പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരും അവരുടെ ഹൃദയത്തിൽ ചിന്തിക്കണം. ദൈവം ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചു.
അപ്പോൾ ശരിക്കും വലിയൊരു സ്നേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ, ഒരു രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള നയിക്കൽ, ഇതൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ദിനങ്ങളെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം നിങ്ങൾ എടുത്തോ. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 26-ാമത്തെ വാക്യം. ഗലേഷ്യൻസ് എഴുതുമ്പോൾ ചാപ്റ്റർ 3 വേഴ്സ് 26. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നിങ്ങളെല്ലാവരും ദൈവപുത്രരാണ്. ഹല്ലേലൂയാ. ഉണ്ടോ? മറക്കരുത്. യേശുക്രിസ്തുവിലുള്ള, ഗലേഷ്യൻസ് 3:26, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി, മറ്റൊരു വഴിയല്ല. യേശുക്രിസ്തു വിശ്വാസം എന്താ? ദൈവം യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിലെ പാപ പരിഹാര ബലിയായി അർപ്പിച്ചു എന്ന് വിശ്വസിക്കണം. ഉണ്ടോ? യേശുക്രിസ്തു എൻ്റെ പാപത്തിന് പരിഹാര ബലിയാണെന്ന് വിശ്വസിക്കണം, അത് ഏറ്റുപറയണം, അത് ഹൃദയത്തിൽ സ്വീകരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായി തീർന്നു. ഗലാത്യ 3:26 എന്താ? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നമ്മളെല്ലാവരും ദൈവപുത്രരായി തീർന്നു. അപ്പോൾ ശരിക്കും ക്രിസ്മസ് 25 കർത്താവിൻ്റെ ആ ജന്മത്തിരുന്നാൾ ആഘോഷിക്കുമ്പോൾ ദൈവം നമ്മളെയും മക്കളായി സ്വീകരിച്ച് ഒരു ജന്മത്തിരുന്നാൾ ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അത്രമാത്രം ഒരു ഉയർന്ന പദവിയിലേക്ക് നമ്മൾ ഉയർത്തി. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, നമ്മളിനി തരം താണ വ്യക്തികളെ പോലെ ഒന്നുമല്ല. അങ്ങനെ ചിന്തിക്കരുത്, നമ്മളങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടതെന്നറിയാമോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ മകളാണ്. ആ ഒരു ഉന്നത തലത്തിൽ നിന്ന്, ഔന്നത്യത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ നിസ്സാരക്കാരല്ല, നമ്മൾ വെറും വില കുറഞ്ഞവരല്ല, നിസ്സാരരല്ല. എൻ്റെ യേശുക്രിസ്തുവിലൂടെ, നമ്മളൊക്കെ കർത്താവിൽ വിശ്വസിക്കുന്നവരാണല്ലോ. വിശ്വസിക്കാത്തവർക്കും ഇപ്പോൾ ഈ വചനം കേട്ടപ്പോൾ അത് വിശ്വസിച്ചാൽ ഈ സംഭവം നടന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, ഞാൻ എൻ്റെ കർത്താവിൽ വിശ്വസിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് എന്നെ ഇത്രത്തോളം ഉയർത്തിയിരിക്കുന്നു, എന്നെ ദൈവം ഇത്രത്തോളം അംഗീകരിച്ചിരിക്കുന്നു. അതല്ലേ പ്രിയപ്പെട്ടവരെ ആ ധൂർത്തപുത്രൻ മടങ്ങി വന്നപ്പോൾ ആ പിതാവ് ചെയ്തത്? കണ്ടോ, അവൻ്റെ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കാതെ ഇത്ര വാത്സല്യത്തോടെയാണ് അവിടുന്ന് അത് ചെയ്തത്. ഇതുപോലെ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്കും പരിഹാര ബലിയായി യേശുക്രിസ്തുവിനെ ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നപ്പോൾ അവനിലൂടെ നമ്മളെ ദൈവം ദത്തെടുക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനോടെ വായിക്കാം നമുക്ക്. ഗലാത്യ 3:5. അങ്ങനെ നമ്മെ പുത്രരായി ദത്തെടുക്കേണ്ടതിന് നിയമത്തിന് അധീനനായി കഴിഞ്ഞവരെ ദൈവം ഉദ്ധരിച്ചു. കണ്ടോ, അങ്ങനെ നമ്മളെ യേശുക്രിസ്തുവിലൂടെ ദത്തെടുക്കപ്പെടേണ്ടതിന്. അപ്പോൾ ദത്തെടുത്തു ദൈവം നമ്മളെ. നഷ്ടപ്പെടുത്തിയ നമ്മുടെ അവകാശത്തെ വീണ്ടെടുത്ത് തന്നത് യേശുക്രിസ്തുവാണ്. പ്രൈസ് ദ ലോർഡ്. ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാം. ഇത് തിരിച്ചറിഞ്ഞാൽ സാത്താൻ്റെ ആധിപത്യത്തിൽ നമുക്ക് മോചനമുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ പാപി, ഐ ആം എ സിന്നർ, ഐ ആം എ സിൻഫുൾ മാൻ എന്ന് പറഞ്ഞിങ്ങനെ മൂങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കാര്യമില്ല. ഞാൻ ദൈവത്തിൻ്റെ മകനാണ്. അല്ലറ ചില്ലറ കുഴപ്പങ്ങളൊക്കെ നമുക്കുണ്ടെങ്കിലും നമ്മൾ വിശ്വാസം വഴി ദത്തെടുക്കപ്പെട്ട ദത്തുപുത്രരാണ്. ദൈവം മകനും മകളുമാണ്. അതുകൊണ്ട് നമ്മൾ അവകാശികളാണ്. ഇനി സാത്താന് നമ്മുടെ മേൽ അവകാശമില്ല എന്ന ബോധ്യത്തിൽ ജീവിക്കണം. അവനെന്താ നമ്മുടെ മേൽ അവകാശം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ക്രിസ്മസിൻ്റെ ദിനവും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന, നീ ഇനി അടിമത്വത്തിൻ്റെ ഭവനത്തിൽ അടിമയായി ജീവിക്കേണ്ട ആളല്ല, നീ സ്വതന്ത്രനാണ്. യേശുക്രിസ്തുവിൽ നീ സ്വതന്ത്രനാണ്. കാരണം ദൈവം നിന്നെ തൻ്റെ പുത്രനിലൂടെ ദത്തെടുത്തിരിക്കുന്നു. ദൈവം മകനായി മകളായി നിന്നെ ഉയർത്തിയിരിക്കുന്നു. ഈ യാഥാർത്ഥ്യത്തെ അംഗീകരിച്ച് ഏറ്റുപറയുമ്പോഴാണ് ക്രിസ്മസിൻ്റെ ആഘോഷം നമുക്ക് യഥാർത്ഥത്തിൽ അനുഭവിക്കാൻ പറ്റുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. നമുക്കതിനു വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശക്തമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഒരു വചനോടെ നമുക്കൊന്ന് വായിച്ചിട്ട് നമുക്ക് ശക്തമായൊരു ശുശ്രൂഷയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവാണ്. 2 കൊരിന്തോസ് 5:21 അത്. 2 കൊരിന്തോസ് 5:21. അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന്, കണ്ടോ, അവനിൽ നാം എല്ലാവരും ഈ ലോകത്തിലെ സകല മനുഷ്യരും യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപം എന്തെന്നറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. ഇത്ര മനോഹരമാണ്. അതുകൊണ്ട് നമ്മളിനി ഇങ്ങനെ നമ്മൾ കുറ്റബോധത്തിൽ നിരാശയിലിരിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ നീതി, അതാ റോമാലേഖനത്തിൽ പറയുന്ന 8-ാം അധ്യായം 1 എന്താ? ഇപ്പോൾ യേശുക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. അവനെ പാപത്തിൻ്റെയും നിയമത്തിൻ്റെയും ഒക്കെ ശിക്ഷാവിധിയിൽ നിന്ന് കർത്താവ് മോചിപ്പിച്ചിരിക്കുന്നു. നമുക്ക് തുടർന്ന് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ഈ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിലേക്ക് വ്യാപരിക്കണം.
യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ അനുഭവങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതം നിറയണം. ഒരു പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിൽ കുറേ തെറ്റുകളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, കുറവുകളും പോരായ്മകളും വന്നിട്ടുണ്ടായിരിക്കാം. സാരമില്ല, അവിടുത്തെ രക്തം നമ്മൾ വീണ്ടെടുക്കും. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്നിട്ടോ നമ്മളെ ദൈവമകനായി മകളായി ഉയർത്തി. ആ സൗഭാഗ്യത്തിൽ നിന്നുകൊണ്ട് അവകാശത്തോടെ പ്രാർത്ഥിക്കണം, അവകാശത്തോടെ ചോദിക്കണം, നിത്യത അവകാശമാക്കണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. തുടർന്ന് അല്പസമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇവിടുന്ന് ഗാനം ആലപിക്കുമ്പോഴും സ്തുതിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു ചിന്തയിൽ വേണം അതെല്ലാം ചെയ്യാൻ. വെറുതെ നമ്മളൊരു സമയം കളയാൻ വേണ്ടി പ്രാർത്ഥിക്കരുത്, ശ്രദ്ധയില്ലാതെ പ്രാർത്ഥിക്കരുത്. ഗാനം ആലപിക്കും അറിയാവുന്നതുപോലെ, പാട്ടിൽ അറിയില്ലെങ്കിലും കുഴപ്പമില്ല, അറിയാവുന്നതുപോലെ മനസ്സ് തുറന്ന് നന്നായിട്ട് പാടി പ്രാർത്ഥിച്ച് ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരുക്കം അനുഗ്രഹപൂർണ്ണമാക്കണം, നമുക്ക് സൗഭാഗ്യപൂർണ്ണമാക്കണം. ആ ഒരു ദൈവമകൻ്റെ മകളുടെ സ്ഥാനത്തേക്ക് ഉയർന്നു നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം. നമ്മൾ എല്ലാവരും യേശുക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരുപാട് നന്മകൾ, ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്ന യേശുക്രിസ്തു വഴി എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് നൽകുമെന്ന് വിശ്വസിച്ച് നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിക്കണം. അപ്പോഴാണ് ഈ രക്ഷാകരമായ അനുഭവത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ഒരു അടിമത്തത്തിലാണ് നമ്മൾ, പാപത്തിൻ്റെയോ മറ്റെന്തിൻ്റെയൊക്കെ അടിമത്തത്തിൽ. അത് മാറണം. യേശുക്രിസ്തുവിൻ്റെ രക്ഷ സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു, വിമോചനം നിറവേറപ്പെട്ടു കഴിഞ്ഞു. വിശ്വസിക്കുന്നവർക്ക് അതിന്ന് ലഭ്യമാണ്. നമുക്ക് വിശ്വാസത്താൽ ഏറ്റുപറയാം, എൻ്റെ കർത്താവേ, ഞാനെങ്കിൽ വിശ്വസിക്കുന്നു, അവിടുന്ന് എൻ്റെ രക്ഷകനാണ്, അവിടുന്ന് എൻ്റെ ദൈവമാണ്, അവിടുന്ന് എൻ്റെ കർത്താവാണ്, അവിടുന്ന് എൻ്റെ നാഥനാണ്, അവിടുന്ന് മാത്രമാണ് എൻ്റെ പാപത്തിന് പരിഹാര ബലിയായ ഏക സത്യ ദൈവം. അത് വിശ്വസിക്കുക. അപ്പോൾ തന്നെ ശരീരത്തിൽ സൗഖ്യം, മനസ്സിൽ സൗഖ്യം, ആത്മാവിൽ സൗഖ്യം, വിടുതൽ, രക്ഷ, കുടുംബത്തിൽ എല്ലാം ദൈവം നമുക്ക് വേണ്ടി ചെയ്യും. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുക, കരങ്ങൾ കൂപ്പി നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ രക്ഷയ്ക്ക് തടസ്സം നിൽക്കുന്ന നമ്മുടെ പാപചിന്തകൾ, അല്ലെങ്കിൽ ആ രക്ഷാകര അനുഭവത്തിലേക്ക് വളരാൻ നമ്മളെ സഹായിക്കാത്ത വിധത്തിലുള്ള നമ്മുടെ സംശയങ്ങൾ, ഉത്കണ്ഠകൾ, കുറ്റബോധം, നിരാശ, ഇതൊക്കെ മാറി ശക്തമായൊരു അഭിഷേകത്തിലേക്ക് ഈ ദിനങ്ങളിൽ നമ്മൾ വളരണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതിന് യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിയുകയാണ്. സാധിക്കുന്ന എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളുക. കരങ്ങൾ കൂപ്പിയോ അല്ലെങ്കിൽ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചോ ആത്മാർത്ഥമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ കർത്താവായി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ അനുഭവങ്ങൾ കടന്നു വരും. സൗഖ്യം കിട്ടേണ്ട മേഖലകളിൽ, വിടുതൽ കിട്ടേണ്ട മേഖലകളിൽ, പാപത്തിൻ്റെ മോചനത്തിൻ്റെ മേഖലകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ കരഞ്ഞു പ്രാർത്ഥിക്കുക. ഏത് മേഖലയാണ് നിന്നെ പാപത്തിൽ അടിമപ്പെടുത്തിയിരിക്കുന്നത്? ഏത് സ്വഭാവ വൈകൃതമാണ് നിനക്കുള്ളത്? ഏത് വിധത്തിലുള്ള തിന്മയാണ് നിൻ്റെ ജീവിതത്തിൽ ഭരണം നടത്തുന്നത്? അവിടെ ഒരു രക്ഷ, അവിടെ ഒരു വിടുതൽ ഇന്ന് യേശുക്രിസ്തു നിങ്ങൾക്ക് തരികയാണ്. അങ്ങനെ സ്വാതന്ത്ര്യത്തോടെ ക്രിസ്മസ് ദിനത്തിലേക്ക്, ആ ക്രിസ്മസിൻ്റെ നാളിലേക്ക് നമുക്ക് കടന്നു വരാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, അത് ദൈവം നമുക്ക് ചെയ്തു തരും സഹോദരങ്ങളെ. അതുകൊണ്ട് വിശ്വാസത്താൽ പ്രാർത്ഥിക്കുക, മടി കൂടാതെ പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് അടുത്ത ഒരു 5-8 പേർക്ക് കേൾക്കാവുന്ന സ്വരത്തിൽ യേശുവേ യേശുവേ എന്നോ ഹല്ലേലൂയ എന്നോ ഇഷ്ടമുള്ള വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞത് സ്തുതിച്ചേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. റോമ 10:13 കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. അതൊരു വാഗ്ദാനമാണ്. രക്ഷ പ്രാപിക്കും, ഏത് മേഖലയിൽ നിന്നും രക്ഷ പ്രാപിക്കും. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇവിടുന്ന് ഗാനം ആലപിക്കുമ്പോൾ ആദ്യം ഒന്ന് കേൾക്കുക, അതിനെ തുടർന്ന് കൂടെ പാടി രക്ഷക എൻ്റെ ജീവിതത്തിൽ വരണം, എനിക്ക് സൗഖ്യവും വിടുതലും നൽകണം, എനിക്ക് പാപവിമോചനം നൽകണം, അടിമത്തം മാറ്റണം. പാടി പ്രാർത്ഥിക്കുന്നു. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. ചേർന്ന് പാടിക്കേ ദൈവജനമേ. യേശുവേ വരേണമേ, രക്ഷകാ വരേണമേ. ഹൃദയം തുറന്നു കൊടുക്കുക. പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ.
കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പാടിക്കുക. എല്ലാവരും ചേർന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക, വിളിച്ച് പാടുക. കർത്താവേ രക്ഷകാ വരേണമേ. അല്പം ഉച്ചത്തിൽ പാടാമോ? യേശുവേ വരേണമേ. ഓരോരുത്തരും വരണമേ കർത്താവേ, രക്ഷകാ ഓരോരുത്തരുടെ ജീവിതത്തിൽ വരേണമേ. പരിശുദ്ധാത്മാവേ പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. പാലകാ വിമോചകാ ദൈവമേ സ്നേഹമായി വരേണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഓരോരുത്തരും കണ്ണുനീരോടെ പ്രാർത്ഥിക്കട്ടെ. ദൈവമേ, ഞാനിന്ന് ഒരുപാട് അടിമത്തത്തിലാണ്, ഒരുപാട് ക്ലേശത്തിലാണ്. പല സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നും എനിക്കൊരു വിടുതൽ പ്രാപിക്കാൻ പറ്റുന്നില്ല. അങ്ങയെ അനുഗമിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങയുടെ ജീവിതത്തിലെ നന്മകളും വചനങ്ങളും പാലിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കർത്താവേ, എനിക്കതിന് കഴിയുന്നില്ല. ഞാൻ ദുർഭകനായ മനുഷ്യനാണ്. പാപം ചെയ്യരുത് എന്നാഗ്രഹിക്കുന്ന ഞാൻ അറിയാതെ തെറ്റുകളിലേക്ക് അടിമപ്പെട്ടു പോവുകയാണ്. ഈശോയെ, ഈ ഒരു നാളുകളിൽ അങ്ങയുടെ ജന്മത്തിരുന്നാളിന് വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോൾ എനിക്കൊരു വിമോചനം നൽകണമേ, എനിക്കൊരു രക്ഷ നൽകണമേ, എനിക്കൊരു വിടുതൽ നൽകണമേ. കർത്താവെ, എന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന ഈ ദുശീലങ്ങളിൽ നിന്ന്, തഴക്കദോഷങ്ങളിൽ നിന്ന്, ഈ അടിമത്വത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ അങ്ങ് വരണമേ. രണ്ട് കരകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. രോഗമാണെനിക്കു നാഥ സൗഖ്യമേകുന്നേ. സൗഖ്യം നൽകണമേ. പാപമെന്നിൽ വാണിടുന്നു മോചനമേകൂ. രോഗമാണ്, പാപമാണ്. രോഗമാണെനിക്കു നാഥ സൗഖ്യമേകുക. പരിശുദ്ധാത്മാവേ, പാപമെന്നിൽ വാണിടുന്നു മോചനമേകൂ. അന്ധകാരമാണെനിക്കു ചുറ്റും ദൈവമേ. പാപത്തിന്റെ അന്ധകാരം, ബന്ധനത്തിൽ നിന്നെനിക്കു രക്ഷയേകണേ. അന്ധകാരമാണ് എനിക്ക് ചുറ്റും ദൈവമേ. ബന്ധനത്തിൽ നിന്നെനിക്കു കരങ്ങൾ കൂട്ടി രക്ഷകാ വരണമേ. യേശുവേ വരണമേ കർത്താവേ, വരണമേ. നിന്റെ പാപത്തിലേക്ക് വിളിക്കുക. രക്ഷകാ ദുശീലങ്ങളിലേക്ക് യേശുവിനെ വിളിക്കുക. ദൈവമക്കളെ, പാലകാ വിമോചകാ സ്നേഹമായി വരേണമേ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ച് അനുതാപത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നോട് കരുണ തോന്നണം. കർത്താവേ, എന്നോട് കരുണ തോന്നണം. ഒരുപാട് പ്രാവശ്യം പ്രതിജ്ഞകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിറവേറ്റാൻ പറ്റിയിട്ടില്ല. തമ്പുരാനെ, ഞാനിന്ന് ബലഹീനനാണ്. ഓരോരോ അടിമത്തങ്ങൾ, പ്രത്യേകിച്ച് ഈ കൊറോണ കാലഘട്ടത്തിൽ നിരാശ എന്നെ വേട്ടയാടി, കുറ്റബോധം എന്നെ വേട്ടയാടി. ദൈവത്തെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത പോലും എൻ്റെ മനസ്സിൽ നസ്തമിച്ചു പോയിട്ടുണ്ട്. കർത്താവേ, ഒരു വീണ്ടെടുപ്പിന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവമേ, ഈ ക്രിസ്മസ് ദിനത്തിൽ നന്നായിട്ട് ഉപവാസം എടുത്ത്, നന്നായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ ഹൃദയത്തിൽ വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ചൈതന്യത്തെ സ്വീകരിക്കാൻ ഞാൻ ഒരുങ്ങുകയാണ്. ക്രിസ്തുവിൻ്റെ ജനനം എൻ്റെ ജീവിതത്തിൽ വീണ്ടും നടക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പാപത്തിൽ നിന്നുള്ളൊരു വിടുതൽ, വിമോചനം, ഒരു പരിപൂർണ വിശുദ്ധീകരണം ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കതിനുള്ള അനുഗ്രഹം നൽകണമേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് യേശുവിനെ വിളിക്കണം. പ്രിയപ്പെട്ടവരെ, റോമ 10:13 കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന, ദൈവത്തിൻ്റെ നാമം, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ രക്ഷ അയക്കുമെന്നുള്ളത് വാഗ്ദാനമാണ്. കരങ്ങൾ ഉയർത്തി കണ്ണുകളടച്ച് അടുത്ത് നിൽക്കുന്ന ഒരു 5-6 പേർക്ക് കേൾക്കാവുന്നത്ര ഉറക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, അല്പടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കാമോ? എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ദൈവമക്കളുടെ മേൽ അങ്ങയുടെ ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. തിരുരക്തം ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പാപത്തിന്റെ കറകൾ അകറ്റണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവേ, അങ്ങയുടെ തിരുരക്തത്താൽ പാപത്തിന്റെ കറകൾ അകറ്റണമേ. ദുഃഖങ്ങളും വേദനകളും അകറ്റണമേ. നൊമ്പരങ്ങളെ മാറ്റണമേ. പ്രയാസങ്ങൾ ഏറ്റെടുക്കണമേ. ഇവരുടെ ജീവിതത്തിലെ തകർച്ചകൾ, കർത്താവേ, കുടുംബത്തിലെ പ്രയാസങ്ങൾ, വ്യക്തി ജീവിതത്തിലെ സ്വഭാവ വൈകല്യങ്ങളിലേക്ക് യേശുവിന്റെ രക്ഷാകര ചൈതന്യം
ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. ഓരോ ജീവിതങ്ങളെ സ്പർശിക്കണമേ, ഓരോ വ്യക്തികളെ സ്പർശിക്കണമേ, ഓരോ കുടുംബങ്ങളെ സ്പർശിക്കണമേ. ആരൊക്കെയാണോ പാപത്തിന്റെ വഴികളിൽ സഞ്ചരിക്കുന്നത് അവർക്കെല്ലാം അനുതാപത്തോടെ കർത്താവിലേക്ക് മടങ്ങാൻ അങ്ങയുടെ കരുണ ഇവരുടെ മേൽ ചൊരിയണമേ, കരുണ ചൊരിയണമേ. പാപികളാണ് ഞങ്ങൾ, കർത്താവേ കരുണ തോന്നണമേ. ഈരടി പാടുമ്പോൾ കരങ്ങൾ കൂപ്പി എല്ലാവരും ചേർന്ന് പാടണം. അറിയാവുന്നവര് കരുണ തോന്നണമേ. പാപിയാണ് ഞാൻ നാഥ, പാപിയാണ് ഞാൻ, കരുണ തോന്നണമേ നാഥ, എന്നോട് കരുണ കാണിക്കണം. അങ്ങയുടെ കരുണയില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഞാൻ അത്രമാത്രം അടിമത്തത്തിലാണ്, അത്രമാത്രം വേദനയിലാണ്. കർത്താവേ, എന്നോടും എൻ്റെ കുടുംബത്തോടും തലമുറ തലമുറയായി എൻ്റെ കുടുംബത്തിൽ അരങ്ങേറിയിട്ടുള്ള എല്ലാ ദൈവനിഷേധ ജീവിത രീതികളോടും കരുണ കാണിക്കണമേ. പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, അലിവു തോന്നണേ. ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. പാപിയാണ് ഞാൻ നാഥ, പാപികളെ തേടി വന്നവൻ ഇതാ നിനക്ക് രക്ഷ നൽകുന്നു. പാടുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണ് ഞാൻ നാഥ, പാപിയാണ് ഞാൻ നാഥ, പാപിയാണു ഞാൻ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശു ക്രിസ്തുവിന്റെ ജനന തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ, കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ജനിക്കാൻ വിശുദ്ധി ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. കർത്താവെ, ഇന്നെനിക്ക് ഒരുപാട് കുറവുണ്ട്, പോരായ്മകളുണ്ട്, വിശുദ്ധിയുടെ ഒരു ശൂന്യതയുണ്ട്. ആ മേഖലയിൽ അങ്ങയുടെ കരുണ വർഷിക്കണം. കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ കണ്ണുനീരോടെ ഉച്ചത്തിൽ എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. ഓ ദൈവമേ, പാപിയാണ് ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിലൂടെ ദൈവമൊരുക്കിയ രക്ഷ നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളിലേക്കാണ് കടന്നു വരേണ്ടത് എന്ന് ചിന്തിക്കുക. ആ മേഖലയിലേക്ക് യേശുവിനെ വിളിക്കുക. പ്രിയപ്പെട്ടവരെ വിളിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവെ, എൻ്റെ ഇന്ന പ്രശ്നത്തിലേക്ക് നീ വരണം, എൻ്റെ ഇന്ന ജീവിതത്തിലെ വൈകൃതങ്ങളിലേക്ക് നീ വരണം, സ്വഭാവ ദൂഷ്യങ്ങളിലേക്ക് നീ വരണം. അവിടെ ഈശോ വരും. അവിടുന്ന് പറഞ്ഞില്ലേ, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്തേക്ക് വരുമെന്നാണ് വാഗ്ദാനം. നമ്മുടെ ജീവിതം തുറന്നു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് പ്രവേശിക്കാൻ പറ്റാത്ത വിധത്തിൽ നീ അടച്ച് നിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, നിന്റെ സുഖത്തിന് വേണ്ടി, നിന്റെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടി അടച്ചു വെച്ചിരിക്കുന്ന മേഖലകളെ തുറന്നു കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, അവിടേക്കാണ് കർത്താവ് തൻ്റെ രക്ഷാകരമായ ചൈതന്യത്തെ അയച്ച് വിടുതൽ നൽകുന്നത്, സൗഖ്യം നൽകുന്നത്, വിമോചനം നൽകുന്നത്. എൻ്റെ കർത്താവേ, ആ മേലേക്ക് നീ വരണമേ, ഓ രക്ഷക വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് യേശുക്രിസ്തു വന്ന് ഒരു വിടുതൽ തരേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിച്ച് ആ മേഖലയിലേക്ക് കൃത്യമായിട്ട് കർത്താവിനെ വിളിക്കണം. അന്ധന്മാരോട് കർത്താവ് ചോദിച്ചില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഒരു വ്യക്തതയുണ്ട് അവിടെ, ഒരു വ്യക്തത. ഒന്ന് കണ്ണടക്കുക, ആ കരകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. എന്നിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ പറയുക, എൻ്റെ കോപത്തിലേക്കായിരിക്കാം, എൻ്റെ വാശിയിലേക്കായിരിക്കാം, എൻ്റെ ആസക്തികളിലേക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓരോ സ്വഭാവ വൈകല്യങ്ങളിലേക്കായിരിക്കാം ഈശോ തൻ്റെ രക്ഷാകര ചൈതന്യവുമായി വരേണ്ടത്. ആ പർട്ടിക്കുലർ മേഖലയിലേക്ക് ഈശോയെ വിളിക്കുകയാണ്. രക്ഷക വരേണമേ എന്ന് കൂടെ പാടുമ്പോൾ ആ ഒരു ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പാടാൻ. വെറുതെ ഒരു പാട്ട് പാടരുത് പ്രിയപ്പെട്ടവരെ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചേർന്ന് പാടി ആഗ്രഹിച്ച് വിളിച്ച് പ്രാർത്ഥിക്കാം. ദുഃഖമാണെനിക്കു നാഥ മോദമേകു നീ, കർത്താവേ വരണമേ. കോപമുണ്ട് കർത്താവേ, ശാന്തമാക്കണേ, നീ വരണമേ കർത്താവേ. ദുഃഖമാണെനിക്കു നാഥ മോദമേകു നീ, കർത്താവേ. കോപമെന്നിലേറിടുന്നു ശാന്തമാക്കണേ. അനേകരെ യേശു സ്പർശിക്കുകയാണ് പ്രിയപ്പെട്ടവർ. ശക്തനായ പാപി ഞാൻ, പാപിയാണ് എൻ്റെ ദൈവമേ,
ശത്രു സ്നേഹം തന്നെനിക്ക് എനിക്ക് രക്ഷ രക്ഷയേകണേ. നൽകണമേ കർത്താവേ. അശക്തനായ പാപി ഞാൻ എൻ്റെ ദൈവമേ, ശത്രു സ്നേഹം തന്നെനിക്ക് രക്ഷയേകണേ. യേശുവേ പാടിക്കേ ദൈവമക്കളെ. വരേണമേ. ഇതാ ഈശോ നിങ്ങളുടെ കുടുംബത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് വരികയാണ്. അവിടുത്തെ ആണിപ്പഴുതുള്ള കരം വെച്ച് സൗഖ്യം തരികയാണ്, വിടുതൽ നൽകുകയാണ്. പാലക വിമോചക കർത്താവേ, സ്നേഹമായി വരേണമേ. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന് യേശുവേ കർത്താവേ വരേണമേ. സൗഖ്യം നൽകണമേ. രക്ഷക വരേണമേ. പാലക വിമോചക സ്നേഹമായി വരേണമേ. നിശബ്ദതയിൽ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്ന യേശുവിനെ സ്നേഹിച്ച് നിശബ്ദതയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരുടെ മേലും ദൈവകൃപ സമൃദ്ധമായി ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എല്ലാവർക്കും ധാരാളം ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഈശോ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.